കാരണം ഡോഗ് ഒരുപാട് ഹ്യൂജ് സൈസായ പടം വർക്കാവില്ല. അപ്പൊ അതിനൊരു ഷെഡ്യൂൾ പാറ്റേൺ ഉണ്ട്. അതായത് ഫാറ്റ് കയറാത്ത ഡോഗ് ഫുഡുകൾ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡി മെയിൻ്റെനൻസ് ചെയ്തിരിക്കുന്നത്. അന്ന് ഷൂട്ട് ചെയ്ത രീതിയിലല്ല ഇപ്പൊ ഡോഗ്. ഡയറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ആയിഷേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇദ്ദേഹത്തിന് അങ്ങനെ എക്സസൈസ് പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് മോർണിംഗ് ഈവനിങ് ഇവനെ വൃത്തിയിൽ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തരും. അതിന് സ്ക്രിപ്റ്റ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യും. ഈ ചാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ വട്ടങ്ങളിലൊക്കെ ചാടി മറിയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹഡിൽസ് സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ ഫ്ലൈവുഡിന്റെ പീസുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം ഒരു ഫ്ലൈവുഡിന്റെ ഹൈറ്റ് ചാടും. അത് കഴിയുമ്പോഴത്തേക്ക് അത് ചാടി, അതായത് ഓടി വരുന്നു, ഡോഗ് ചാടി വരുമ്പോൾ ട്രീറ്റ് കിട്ടും. അപ്പോൾ അവൻ്റെ മൈൻഡിലോട്ട് വരും, ഞാൻ ഓടിയാൽ എനിക്ക് എൻ്റെ മാസ്റ്റർ കുറേ ആഹാരം തരും എന്നുള്ള ഒരു ചിന്താഗതി അവന് വന്നു കഴിയുമ്പോൾ ഞാൻ പണിയെടുത്താൽ എനിക്ക് ട്രീറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഹൈറ്റ് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ ഡോഗിന് അതൊന്നും ഒരു വിഷയമല്ല. ഇത്രയും ഹൈറ്റിൽ ചാടിയ ഡോഗിന് ഈ ഒരു ചെറിയ ചാട്ടങ്ങളൊന്നും പ്രോബ്ലം ഇല്ല. അതൊക്കെ പ്രോപ്പർലി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡോഗിന്. ഇപ്പൊ ഇതിനകത്തൊരു ആർട്ടിസ്റ്റിനെ കടിക്കുന്നുണ്ടല്ലോ, കയ്യില് പല്ലൊക്കെ നമുക്ക് കാണാം കയ്യില്, അതെങ്ങനെയാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചിക്കൻ്റെ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഡോഗിനെ ഇങ്ങനെ, അപ്പോൾ ഡോഗ് അത് ട്രീറ്റ് എടുക്കാനുള്ള ഇങ്ങനെ പിടിച്ച് അങ്ങനെ നമ്മൾ മാസങ്ങളോളം എടുത്തത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡോഗ് ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്യും. ബൈറ്റ് ചെയ്യില്ല. ആ കടിക്കുന്ന കൈ തന്നെയാണോ ഉപയോഗിക്കുന്നത്? എൻ്റെ കൈ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്.